ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഡേ 4 ആയിരിക്കുകയാണ്. 2 ദിവസം വീഡിയോ ഉണ്ടായില്ല. സാറ്റർഡേ സൺഡേ ഞാൻ ലീവ് എടുത്തു വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന്. പിന്നെ എഡിറ്റ് ചെയ്ത് തീരാൻ കുറച്ച് സമയം എടുത്തു. അതാണ് ഇന്ന് ലേറ്റ് ആയത്. നമുക്ക് പഠിച്ച് തീർന്നിട്ട് പിന്നെ അതൊരു എഡിറ്റ് ചെയ്തൊക്കെ ഇട്ടൊക്കെ വേണമല്ലോ യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട്. അതാണ് കേട്ടോ ഇത്തിരി ലാഗായി പോണ വീഡിയോസ്. പിന്നെ ഇപ്പം അടുപ്പിച്ച് കുറച്ച് ലീവുകളായിരുന്നു. 3-4 ദിവസം അടുപ്പിച്ച് ലീവായ കാരണം വലിയ കാര്യമായിട്ട് അങ്ങനെ പഠിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഓൾമോസ്റ്റ് പോർഷൻസൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ ദിവസം ഇത്തിരിശ് നോക്കിയാൽ മതിയാവും. അപ്പം തന്നെ പോർഷൻസ് ഓൾമോസ്റ്റ് ജസ്റ്റ് ഒന്ന് എടുത്തോളത്തോളം വരെ നോക്കാനുള്ള ടൈം ഉണ്ടായിരുന്നു. ഇപ്പം സെമസ്റ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ടൈമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം പോർഷൻസ് ഒന്നും എടുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ എടുത്ത പോർഷൻസ് തന്നെ നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നോക്കാനുള്ള ടൈം 3-4 ദിവസം ധാരാളമാണ്. അപ്പോൾ അതുകൊണ്ട് അധികം കാര്യമായിട്ടൊന്നും ഈ ദിവസങ്ങളിൽ പഠിക്കാനുണ്ടായിരുന്നില്ല. എന്നാലും വീഡിയോസ് ഇങ്ങനെ ചാലഞ്ച് വീഡിയോ പോലെ നമ്മൾ ചെയ്യുന്നത് കൊണ്ട് എന്തായാലും എല്ലാ ദിവസവും പഠിക്കുന്നുള്ളതുകൊണ്ട് ഞാനപ്പോൾ ഈ വെക്കേഷനുള്ള ഈ ദിവസങ്ങളിലേക്ക് ഓരോ ദിവസവും പഠിക്കാനായിട്ട് ഉണ്ടായിരുന്ന ഹോംവർക്കുകളും പഠിക്കാൻ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ ഡിവൈഡ് ചെയ്തിട്ട് 4 ദിവസത്തേക്ക് വീഡിയോസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെറിയ പോർഷൻസാക്കി തിരിച്ചെടുത്തു. അതാവുമ്പോൾ വീഡിയോ എടുക്കുകയും ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഇത്തിരി പഠിക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ അങ്ങനെ 4 ദിവസമായിട്ട് പഠിച്ചു. ഇതിപ്പോൾ അങ്ങനെ ലോങ് ലീവ് കഴിയുകയാണ്. ഈസ്റ്റർ ഒക്കെ ആയിട്ടുള്ള അതിൻ്റെ ബന്ധപ്പെട്ട് 4 ദിവസത്തെ ലീവായിരുന്നു. അപ്പോൾ നാളെ ഒരു ക്ലാസ്സിലൊരു ഇങ്ങനെ ക്ലാസ് ടെസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പോർഷൻസ് 2 സബ്ജക്റ്റിൽ നിന്ന് എക്സാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 2 സബ്ജക്റ്റാണ് ഞാനിപ്പോൾ ഈ ഡേ 4 പഠിക്കുന്നത്. ഫസ്റ്റ് ജൂറിപ്രുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റിൽ ഡ്രഗ്സിൻ്റെ ഷെഡ്യൂൾസ് അങ്ങനെ കുറച്ച് ഓർത്ത് വയ്ക്കാനുണ്ടായിരുന്നു. ഓരോ ലെറ്റർ വെച്ചിട്ട് നമുക്ക് ഓരോന്ന് മെമ്മറൈസ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനപ്പോൾ നോട്ടിൽ നോക്കിയിട്ട് അതിനെ കട്ട് ഷോട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഓർക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വയ്ക്കുകയാണ്. അതാവുമ്പോൾ നമുക്ക് വേഗം ആ ലെറ്റർ കാണുമ്പോൾ പെട്ടെന്ന് അത് എന്താണെന്നുള്ളത് ക്ലിക്ക് ആവാനായിട്ട് കുറച്ചും കൂടി എളുപ്പം അങ്ങനെയായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ നോട്ട്സൊക്കെ നോക്കുമ്പോൾ അതിൽ വലിയ പാരഗ്രാഫ്സ് ആയിരിക്കും ഓരോ ലെറ്ററിൻ്റെ നേരെ ഉണ്ടാവുക. അപ്പോൾ അത് വായിച്ചെടുക്കുമ്പോഴേക്കും സമയം പോകും. അപ്പോൾ നമുക്ക് അതിൽ എന്താണ് അണ്ടർസ്റ്റാൻഡ് ആയത് അത് വെച്ചിട്ട് ഒരു കുഞ്ഞു വേർഡ്സിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇത് ഓർത്ത് വയ്ക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറേ ഇങ്ങനെ ഓരോ ലെറ്റേഴ്സിനും ഓരോ ഷെഡ്യൂൾസാണ് കൊടുക്കേണ്ടത്. ഓരോരോ കാറ്റഗറീസ് വരും. അപ്പോൾ അതെല്ലാം ഓർത്ത് വെച്ച് കറക്റ്റായിട്ട് ഓർത്ത് എക്സാമിന് എഴുതാൻ കുറച്ച് ടാസ്ക്കാണ്. അപ്പോൾ ഇങ്ങനെ ഷോർട്ട് നോട്ടായിട്ട് എഴുതി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് ഓർക്കാൻ എളുപ്പമുണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെ എഴുതി അത് ഒന്നും കൂടി റിവൈസ് ചെയ്തു. അങ്ങനെ എഴുതിയപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് കവർ ചെയ്ത് റിവൈസ് ചെയ്തു. അങ്ങനെ ആ സബ്ജക്റ്റ് സെറ്റായി. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഞാൻ പിന്നെ എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റായിട്ടുള്ള മെഡിസിനൽ കെമിസ്ട്രി. അതിനകത്ത് കുറേ സ്ട്രക്ചേഴ്സാണ്. അത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ഇപ്പോൾ ഇന്നലെ പഠിച്ച സ്ട്രക്ചർ ഇന്ന് ആയപ്പോഴേക്കും ഓർമ്മയില്ല. ഒരു സ്ട്രക്ചർ തന്നെ ചിലപ്പോൾ ഒരു CH3 മാറ്റിയോ അല്ലെങ്കിൽ ഒരു OH മാറ്റിയോ എഴുതി കഴിഞ്ഞാൽ വേറൊരു കോമ്പൗണ്ടാവും. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ച് വരയ്ക്കണം. എന്തെങ്കിലും ഒരു ചെറിയൊരു വ്യത്യാസം, ഒരു ബോണ്ടോ മാറിപ്പോയാൽ മതി, കോമ്പൗണ്ടേ മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത്രയും ശ്രദ്ധിച്ച് പഠിക്കേണ്ട ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അത് ഞാൻ എഴുതി തന്നെയാണ് പഠിക്കാറ്. അപ്പോൾ ഡെയിലി ഞാൻ അതിന് വേണ്ടി കുറച്ച് സമയം എന്തായാലും മാറ്റി വയ്ക്കും. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ കാണാം എൻ്റെ ഈ സ്റ്റഡി സീരീസിൽ ഞാൻ ഏറ്റവും കൂടുതൽ കവർ ചെയ്തിട്ടുണ്ടാവുക മെഡിസിനൽ കെമിസ്ട്രി തന്നെയായിരിക്കും. കാരണം എനിക്ക് നല്ല ടഫായിട്ടുള്ള സബ്ജക്റ്റാണ്. ഈ ഡയഗ്രാം ഇങ്ങനെ പഠിച്ചിട്ട് പോലും എനിക്ക് ഡയഗ്രാംസ് ഒന്നും ഓർമ്മയും ഉണ്ടാവില്ല. എക്സാം ആകുമ്പോൾ ഫുൾ ബ്ലാങ്ക് ആവും. അപ്പോൾ ഇതിൽ തിയറി കുറവാണ്, കുറച്ച് തിയറി ഉണ്ടാവുള്ളൂ. കൂടുതലും സ്ട്രക്ചേഴ്സും ആ സ്ട്രക്ചേഴ്സൊക്കെ സിന്തസിസ് ചെയ്യുന്ന മെത്തേഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് മറന്നു പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പഠിച്ചത് പിന്നെയും റിപ്പീറ്റ് ചെയ്ത് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ആ പോർഷൻ കഴിഞ്ഞപ്പോൾ എക്സാമിന് പഠിക്കാൻ പറഞ്ഞ പോർഷൻ കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എല്ലാ സ്ട്രക്ചേഴ്സും ഇതുവരെ പഠിച്ച എല്ലാ സ്ട്രക്ചറും കൂടി ക്ലബ് ചെയ്ത് 2 പേജിലായിട്ട് അങ്ങോട്ട് എഴുതി വെച്ചു. അതാവുമ്പോൾ ഒന്നും ഓടിച്ച് നോക്കുമ്പോൾ എല്ലാ സ്ട്രക്ചേഴ്സും ഒറ്റ പേജിലായിട്ട് നമുക്ക് ഫുള്ളായിട്ട് കാണാമല്ലോ.
നോട്ടിലും ബാക്കിയുള്ളിടത്തൊക്കെ ആകുമ്പോൾ ഇങ്ങനെ പല പല പേജിലല്ലേ കിടക്കുന്നത്. ഇതാകുമ്പോൾ ഒറ്റ 2 പേജിലേക്കായിട്ട് കംപ്ലീറ്റ് സ്ട്രക്ചേഴ്സ് ഞാൻ പഠിച്ചത് ഒറ്റ ഇതിലേക്ക് വരച്ചു. അതൊന്ന് നോക്കി, അത് കഴിഞ്ഞ് ബാക്കി തിയറി പോർഷൻസ് ഒന്ന് വായിച്ചു. അങ്ങനെ ആ സബ്ജക്റ്റ് അവസാനിപ്പിച്ചു. അങ്ങനെ ഈ 2 സബ്ജക്റ്റ് എക്സാമിന് വേണ്ടിയിട്ട് പഠിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ അകത്ത് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓരോ ക്ലാസിഫിക്കേഷനും ഓരോ ഡ്രഗിൻ്റെ പേരുണ്ട്. അതും ഓർക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഓരോ ഡ്രഗ്സിൻ്റെ പേര് സ്പെല്ലിങ് മാറിയ വരെ ഡ്രഗ് മാറും. അപ്പം അത് ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്ന് മറിച്ച് നോക്കാൻ വേണ്ടി ഒരു ചെറിയ നോട്ട് പാഡിലേക്ക് ആ ക്ലാസിഫിക്കേഷൻസ്, ഓരോ ചാപ്റ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ ഓരോ കളർ വെച്ചിട്ട് എഴുതി. അപ്പോൾ ഓരോ കളർ വെച്ചിട്ട് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ എളുപ്പമുണ്ടാവും. അപ്പം എനിക്കങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി. അങ്ങനെ ഡേ 4 ഇങ്ങനെ കഴിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തു ഞാൻ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിലൂടെ കാണാം. താങ്ക് യു.